ഹലോ ഗായ്സ്, വാട്സാപ്പ്. ഇത് വാട്സപ്പ് എന്നൊന്നുമല്ല, ഞാൻ പണ്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ എന്തൊക്കെയായിരുന്നു. ഇപ്പം മാറി മാറി വാട്സാപ്പ് എന്നൊക്കെ വരെയായി. അപ്പം ഇന്നും ഒരു സാറ്റർഡേ ആണ്, വളരെ ലേസി ആയിട്ടുള്ളൊരു സാറ്റർഡേ ആണ്. അതെന്താണ് വളരെ ലേസി എന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാനിവിടെ എന്തുവാന്ന് സാറ്റർഡേയിലെ കുളിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ തലയെക്കെട്ട് ഞാൻ പിന്നെയും നിങ്ങളെ കാണിക്കുന്നില്ല. മുടി ഉണക്കിക്കഴിഞ്ഞാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പം ഞാൻ എന്തുവാ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഷറും ഡ്രയറിൻ്റെ അകത്തുനിന്ന് കുറേ ക്ലോത്ത്സൊക്കെ എടുത്ത് അതെല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതെല്ലാം അലമാരിയുടെ അകത്ത് കയറ്റും. പിന്നെ ബേസിക്കലി ക്ലീനിങ് ഒക്കെയാണ് ഇന്ന് നടത്തിയത്. സാറ്റർഡേ വലിയ കുക്കിംഗ് ഒന്നും നടത്തിയില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ലൊടക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നടത്തി. പിന്നെ എന്തുവാന്ന് ഇത്രയൊക്കെ ഉള്ളൂ. സിദ്ധു ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ വാക്യൂം ചെയ്ത് അടുക്കി പെറുക്കിയിട്ട് പോയതാണ്. പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ പിന്നെയും ഈ പരുവത്തിലോട്ടാക്കി വിട്ടു. പിന്നെ ഇനിയിപ്പം 5:30, 5:45, 6 മണിയേ ഉള്ളു ആക്ച്വലി. പക്ഷേ നല്ല ഇരുട്ടി, പുറത്തോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. നല്ല ഇരുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ജനലൊക്കെ അങ്ങ് അടയ്ക്കാം. സിദ്ധുവിൻ്റെ കുറച്ച് കാറ് നിരത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. ആ കാറ് സംസാരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം വാക്യൂം ചെയ്ത് നീറ്റാക്കി വെച്ചിരിക്കുകയാണ്. ബേസിക്കലി അതാണ് ഞാൻ സാറ്റർഡേ ചെയ്യുന്നത്. സിദ്ധുവിൻ്റെ ചപ്പാത്തി പകുതിയെ തിന്നിട്ടുള്ളൂ, ഇവിടെ ഇരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇന്ന് പുറത്ത് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വൈകുന്നേരം. സാധാരണ സാറ്റർഡേ ഞങ്ങൾ വൈകുന്നേരം പുറത്ത് പോയി കഴിക്കാറുള്ളവരാണ്. പക്ഷേ ഇപ്പോൾ കൊറോണ കാരണം നമ്മൾ അങ്ങനെ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് ആകപ്പാടെ വൈകുന്നേരത്തേക്ക് റൈസ് കുക്കറിൽ റൈസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. തൈര് ഇരിപ്പുണ്ട്. അപ്പം മിക്കതും നമ്മൾ സിദ്ധുവിൻ്റെ സോക്സ് എവിടെ കിടക്കും, ചില്ലി ചിക്കനോ എന്തെങ്കിലും ഒരു കറി മേടിച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനെ കഴിക്കാനാണ് ഇന്ന് തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. ലൈറ്റ് ഈ ഭയങ്കര ഷാർപ്പ് ലൈറ്റിൻ്റെ ആവശ്യം. ഞാൻ പിന്നെ ഫിലിം ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വെച്ചുകൊണ്ടാണ് ഇതിടുന്നത്. അപ്പം അതൊക്കെയാണ് ബേസിക്കലി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് മനോജ് നേരത്തെ വരാൻ ചാൻസ് ഉണ്ട്. വരുമ്പോഴാണെങ്കിൽ നമ്മൾ പുറത്ത് പോവും. അപ്പോൾ ഞാൻ ഈ അടുക്കി പെറുക്കിയതൊക്കെ അലമാരിയിലോട്ട് കേട്ടിട്ട് അപ്പോൾ നമ്മൾ അലക്കിയത് ഞാൻ കഴിയുന്നതും ഓരോ സാധനങ്ങൾ അതിൻ്റെ സ്ഥലത്ത് വെക്കാനാണ് നമ്മൾ നോക്കുന്നത്. എന്നും പറഞ്ഞ് എല്ലാം എപ്പോഴും അടിച്ചിപ്പെറുക്കി ഒന്നും ഇരിക്കത്തില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ സിദ്ധുട്ടൻ എല്ലാം അളിച്ചു വാരും. പിന്നെ നമ്മൾ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലേ, സിദ്ധു എല്ലാം അടിച്ചു വാരും. ഞാൻ ബാത്റൂമെല്ലാം കഴുകി വൃത്തിയാക്കി. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഞാൻ കുറച്ച് എന്തായാലും നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ ഇന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ വെറുതെ ഇരിക്കാൻ. എന്താണെന്ന് വെച്ചാൽ സാധാരണ ഞാൻ എപ്പോഴും സാറ്റർഡേ അല്ലെങ്കിൽ എപ്പോഴും നല്ല കാണിക്കുമ്പോൾ ആദ്യമേ കുക്കിങ് അത് ഇതൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കുക്കിങ്ങിന് നമ്മൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുവാന്ന്. അല്ലെങ്കിലും എനിക്കറിഞ്ഞൂടാ, ഈ മൺഡേ ടു ലൈക്ക് ഫ്രൈഡേ വരെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഡിഷസ് നമ്മൾ തന്നെ ബോറടിക്കത്തില്ല. ബിക്കോസ് നമ്മൾ അൺലിമിറ്റഡ് നമ്പർ ഓഫ് കറിയും അതും ഇതുമൊന്നും നമുക്ക് അങ്ങനെ ദിവസവും നമ്മുടെ വീട്ടിൽ ഡിഫറെൻറ്റ് വെറൈറ്റി നമ്മൾ ദിവസവും ഉണ്ടാക്കത്തില്ലല്ലോ. നമ്മൾ കുറച്ച് കറികളായിരിക്കും സാധാരണ എപ്പോഴും ഒക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ചിക്കനും ഫിഷ്, പിന്നെ പ്രോണ്, പിന്നെ ഈ പച്ചക്കറി, ഈ വക നമ്മൾ തിന്നുന്ന സാധനങ്ങൾ തന്നെ അതിൽ നമ്മൾ മിക്ക ദിവസവും തരുന്നത്. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ബേസിക്കലി അത് ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ പിന്നെ സാറ്റർഡേ ചിലപ്പോൾ നമുക്ക് ബോറടിക്കും. അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഞാൻ പറയുന്നത് തന്നെ ഇന്ന് ഞാൻ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ഹോം കുക്കിംഗ്. അപ്പോൾ കുറച്ച് നേരം നിങ്ങളോട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ഞാൻ ഓർത്ത് ഞാൻ ഇങ്ങനെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് യു എസിലോട്ട് ഞാൻ ട്രാവൽ ചെയ്ത് വന്നല്ലോ. അത് ഒരു കൊറോണയുടെ ടൈമിലാണ് ഞാൻ വന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ യാത്രയോ അതിനെപ്പറ്റിയൊന്നും ബേസിക്കലി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയും ഒരു എന്താണ് പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു ടൈം, എസ്പെഷ്യലി ട്രാവൽ വൈസ് അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്ത്യ ടു യു എസ് ട്രാവൽ എങ്ങനെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഇനി ട്രാവൽ ചെയ്യാനായിട്ട് ഇങ്ങനെ എമർജൻസിയിൽ ട്രാവൽ ചെയ്ത് വരാനായിട്ട് ഒരുപാട് പേര് ഇന്ത്യയിലും നിൽപ്പുണ്ട്, യു എസിൽ നിന്ന് ഇന്ത്യയിലോട്ട് പോകാനും ഒക്കെ നിൽപ്പുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ട്രാവൽ സേഫാണോ എങ്ങനെയായിരുന്നു എന്നൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അപ്പോൾ എല്ലാവരും പോലെ തന്നെ നമ്മളപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എവിടുന്ന് യു എസിൽ നിന്ന് ഇന്ത്യയിലോട്ട് പോയത് ബേസിക്കലി 6 മാസത്തേക്ക് നിൽക്കാനാണ്. അപ്പം ബിക്കോസ് സിദ്ധു സ്കൂളിലൊന്നും പോയി തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പം ആകുമ്പോൾ എനിക്ക് കുറച്ച് നാൾ നിൽക്കാമല്ലോ എന്നോർത്താണ് ഞാൻ പോയത്. അപ്പം പോയപ്പോഴത്തേക്ക് അമ്മ മാത്രമല്ലേ അവിടെ ഉള്ളൂ, കുറച്ച് നാൾ നിന്നിട്ടൊക്കെ വരാമെന്നും പറഞ്ഞാണ് പോയത്. അപ്പോൾ ഞാൻ ചെന്ന് ഒരു 2 മാസം ആയപ്പോഴത്തേക്ക് കൊറോണ ഭയങ്കര രൂക്ഷമായി, ലോക്ക്ഡൗൺ ആയി, അതായി ഇതായി. ഈ 5 മന്ത്സ് കഴിഞ്ഞ് 6 മന്ത്സിൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ച് നമ്മളെല്ലാവരെയും പോലെ തന്നെ ചിലപ്പോൾ ഒരു 8 മാസം 9 മാസം ആകുമ്പോഴത്തേക്ക് കൊറോണ നന്നായിട്ട് മാറും, അത് കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്യാവും. അങ്ങനെ നിന്ന് 10 മാസമായി, 10.5 മാസമായപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 1 ഇയർ ആയി. അപ്പോൾ 1 ഇയർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പിന്നെ വിസയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യണം, റിന്യൂ ചെയ്യണം, അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നെ അഥവാ ഇപ്പം സിദ്ധുവിന് എവിടെ സ്കൂൾ തുറന്നാലോ അപ്പം അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരാനാണ് തീരുമാനിച്ച് തിരിച്ച്. അപ്പം ആസ് യൂഷ്വൽ എല്ലാവരെയും പോലെ തന്നെ ഒരു പേടിയുണ്ടായിരുന്നു, എങ്ങനെയാണ് ട്രാവൽ ചെയ്യുമ്പോൾ പിന്നെ സേഫാണോ, എയർപോർട്ടിന് ഇന്ന് കൊറോണ പിടിക്കുമോ, പ്ലെയിൻ്റെ അകത്തുനിന്ന് പിടിക്കുമോ. അപ്പോൾ ഈ എല്ലാ ഒരു പേടിയും വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ട്രാവൽ ചെയ്തത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ട്രാവൽ ചെയ്ത് വന്നത്. സിദ്ധുവിനൊന്നും അറിയത്തില്ല. സിദ്ധു ചിലപ്പോൾ ഈ 2020 അവൻ ഈ കൊറോണ ടൈമിൽ ട്രാവൽ ചെയ്ത് വന്നത് വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഈ വീഡിയോ ഉണ്ടെങ്കിൽ പുള്ളിക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പം അങ്ങനെ തന്നെയാണ് ഞാൻ വന്നത്. അപ്പം വന്നപ്പം നമ്മൾക്ക് കോവിഡിൻ്റെ ടെസ്റ്റ് എടുക്കണം. അപ്പോൾ ടെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നെഗറ്റീവാണെന്ന് നമ്മൾ കാണിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്ലെയിനിൽ ട്രാവൽ ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ ഇങ്ങോട്ട്. അത് ഞാൻ വന്നത് എമിറേറ്റ്സിലാണ്. അപ്പം അവരുടെ വെബ്സൈറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ലാബിൽ നിന്ന് വേണം നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിലും അങ്ങനെ ഗവൺമെൻറ് അപ്രൂവ്ഡ് 2-3 എണ്ണം കാണും. നമ്മൾ ഇന്ന് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് ടെസ്റ്റ് റിസൾട്ട് കിട്ടും. കൊച്ചിനും എടുക്കണം. അപ്പോൾ എമിറേറ്റ്സ് ട്രാവൽ ചെയ്ത് ഞാൻ അപ്പം കൊച്ചുങ്ങൾക്കും എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അന്നൊക്കെ എല്ലാവർക്കും ഒരു ചിലവർ പറഞ്ഞ് കൊച്ചു പേടിക്കും, കൊച്ചിന് എടുക്കണ്ടെന്നൊക്കെ. പക്ഷേ ഞാൻ എന്തോ കൊച്ചിന് നിർബന്ധമായിട്ടും മോനും കൊച്ചിനും എടുത്ത്. അവൻ അറിഞ്ഞു പോലുമില്ല, മൂക്കിലിങ്ങനെ ഒരു ബഡ്സ് ഇങ്ങനെ ഇട്ടതേ ഉള്ളൂ. എൻ്റെ ബ്രദർ അവനെ പിടിച്ചുകൊണ്ടിരുന്നു, അവൻ അറിഞ്ഞു പോലുമില്ല. അതിന് മുമ്പ് തന്നെ സംഭവം കഴിഞ്ഞ്. അപ്പം ഞങ്ങൾ 2 പേരും ടെസ്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ട്രാവൽ ചെയ്യാൻ ചെന്നു. അപ്പോൾ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോവിഡ് ഉണ്ടെന്നാണ്. പക്ഷെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകളെ പിന്നെ എയർപോർട്ട്സിലുള്ളൂ. പക്ഷേ ഞാൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഓരോ ഫ്ലൈറ്റ് വിളിക്കുമ്പോഴും എൻ്റെ പുറകിൽ എയർ അറേബ്യ വന്ന് പിന്നെ വേറെ ഒരുപാട് ഫ്ലൈറ്റ്സിന് വരുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോഴാണ് ഇവർ ക്യൂയിൽ നമ്മളെ നിർത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, പുറത്ത് എന്ന് പറഞ്ഞാൽ ലൗഞ്ചിൻ്റെ പുറത്ത് നിൽക്കണം. അപ്പം എല്ലാവരെയും അവർ സമയമാകുമ്പോഴത്തേക്ക് പക്ഷേ ഓരോ ഫ്ലൈറ്റിലും ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട് പോവാനായിട്ട്. പക്ഷേ ഇവർ കൊണ്ടുവിടാനും വരാനും ടാറ്റ പറയാനും ഒക്കെ പണ്ട് ഭയങ്കര ഒരു ക്രൗഡല്ലേ. അപ്പം ആ ഒരു ക്രൗഡൊന്നും ഇല്ലെന്നേ ഉള്ളൂ.
അപ്പോൾ ആ ഒരു ബേസിക്കലി നമ്മളുടെ ചുറ്റിനും ഒരുപാട് ക്രൗഡൊന്നും കാണത്തൊന്നുമില്ല. നമ്മൾ ലൈനിലായിട്ട് നമ്മൾ എയർപോർട്ടിനകത്ത് കയറാനായിട്ട് നമ്മുടെ ഫ്ലൈറ്റ് വിളിക്കുമ്പോൾ മാത്രം നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ അടുത്ത ആൾ കാണത്തുള്ളൂ. ബേസിക്കലി മറ്റേ ക്രൗഡും റിലേറ്റീവ്സും ഓട്ടോറിക്ഷയും മറ്റേത് മറിച്ചതൊന്നും അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞു വരുന്നത് കൊറോണ എയർപോർട്ടിൽ നിന്ന് പിടിക്കാനുള്ള സാധ്യത ഞാൻ നോക്കിയിട്ട് വളരെ കുറവാണ്. പിന്നെ നമ്മൾ ഫുൾ ടൈം മാസ്ക് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുക, കൈ ഇടയ്ക്കിടയ്ക്ക് എന്താണ് സാനിറ്റൈസ് ചെയ്യുക. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുമ്പം നമ്മുടെ ദുബായിലോട്ടാണ് എമിറേറ്റ്സിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാൻ മറന്നുപോയി, ഞാൻ ആക്ച്വലി വരേണ്ടത് ഡാലസിലാണ്. ഡാലസിൽ എയർപോർട്ടിലാണ് സാധാരണ ഞാൻ വരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഡാലസിലോട്ടൊക്കെ ഫ്ലൈറ്റ്സ് വളരെ കുറവാണ്. അപ്പം ഞാൻ നോക്കിയപ്പം ഒരു മാസമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തുള്ള എയർപോർട്ടിലോട്ട് ഫ്ലൈറ്റ് ഉള്ളൂ ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കാത്തു നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വിസ എക്സ്പയറി ആവും, പിന്നെ എക്സ്റ്റൻഷനൊക്കെ പോകണം. അപ്പം ഞാൻ മനോജ് പറഞ്ഞ് അങ്ങനെ ഇയാൾക്ക് അവിടെ കിട്ടിയില്ലെങ്കിൽ ഇയാൾ ഹ്യൂസ്റ്റണിലുണ്ട്. അപ്പോൾ ഹ്യൂസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലം ഡാലസിൽ നിന്ന് 5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് മനോജിന് ഞങ്ങളെ വന്ന് പിക്കപ്പ് ചെയ്യുക. അപ്പം ഞങ്ങൾ ഹ്യൂസ്റ്റണിലോട്ടാണ് വന്നത്. അപ്പോൾ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ലൈക്ക് കൊച്ചി ടു ദുബായ്, ദുബായ് ടു ഹ്യൂസ്റ്റൺ. അപ്പോൾ ഞാൻ എടുത്ത ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദുബായിൽ ലേ ഓവർ ഒന്നുമില്ല, 2 അവറിന് അടുത്ത കണക്റ്റിംഗ് ഫ്ലൈറ്റാണ് ഹ്യൂസ്റ്റണിലേക്ക്. അപ്പോൾ നമ്മൾ എമിറേറ്റ്സിൽ ദുബായിലോട്ട് ട്രാവൽ ചെയ്തപ്പോൾ നമ്മൾ ഫേസ് മാസ്ക് വെക്കണം, പിന്നെ അവരൊരു ഫേസിൻ്റെ ഒരു ഷീൽഡൊക്കെ തന്നു, കൊച്ചുങ്ങളും വെക്കണം. ഫേസ് ഷീൽഡ് വെച്ചുകൊണ്ടാണ് നമ്മൾ ദുബായി വരെ ഇരുന്നത്. അപ്പോഴത്തേക്ക് ഞാനങ്ങ് അങ്ങ് വിഷമിച്ച്, ഭഗവാനെ സിദ്ധു ചാനൽ മാറ്റണമെന്ന് പറഞ്ഞു വന്ന് ഞാനത് മാറ്റിക്കൊടുത്തിട്ട് ഫസ്റ്റ്. അപ്പോൾ ഞാൻ ഓർത്ത് ഭഗവാനെ ഇനിയിപ്പോൾ അങ്ങ് പിന്നെ ദുബായ് വരെ തന്നെ ഈ ഫേസ് ഷീൽഡ് വെച്ചുകൊണ്ടിരിക്കുന്നത്, ചിലവർക്ക് സുഖമായിട്ടൊക്കെ ആളുകൾ ഇരിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ ഫേസ് ഷീൽഡ് വെച്ചുകൊണ്ട് ഇരിക്കാനായിട്ട്. അപ്പം പിന്നെ ഭാഗ്യത്തിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ദുബായ് കഴിഞ്ഞിട്ട് നമുക്ക് ഹ്യൂസ്റ്റണിലോട്ട് വരാനായിട്ട് ഇങ്ങോട്ട് ഫേസ് ഷീൽഡ് ഒന്നും വേണ്ട, അപ്പോൾ മാസ്ക് മാത്രം മതിയായിരുന്നു. അങ്ങനെ നമ്മൾ ഭാഗ്യം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ നമ്മൾ ഹ്യൂസ്റ്റണിലോട്ട് എത്തി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ 14 ദിവസം നമ്മൾക്ക് ക്വാറൻറ്റീൻ ഉണ്ടായിരുന്നു. ആ ക്വാറൻറ്റീനൊക്കെ കഴിഞ്ഞ് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. 3-ാമത്തെ ദിവസം ആക്ച്വലി ഇവിടെ വന്നപ്പോഴത്തേക്ക്, അത് പക്ഷേ വെതർ ചേഞ്ചിൻ്റെ ആയിരുന്നു, ഭയങ്കര ഒരു തണുപ്പല്ലായിരുന്നു അത്. അപ്പോഴത്തേക്കും സിദ്ധുവിന് ഇടയ്ക്ക് ഒരു പനിയും ചെറിയ ടെമ്പറേച്ചറൊക്കെ വന്നപ്പോൾ ഞാനിനി പേടിച്ച് ഇനിയിപ്പോൾ കൊറോണ ആണോ എന്ന് വല്ലതും. അപ്പം എന്തായാലും ഭാഗ്യം കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായില്ല. ട്രാവൽ വളരെ സുഖകരമായിരുന്നു, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. എല്ലാവരും മാസ്ക് ഇട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ബേസിക്കലി എല്ലാം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിൽ ഈ ടെസ്റ്റ് എടുത്തിട്ടാണ് ഇവർ കയറ്റുന്നത്. പക്ഷേ നമ്മുടെ ഡൊമസ്റ്റിക് എവിടെ US-ലൊക്കെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ആക്ച്വലി ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ പോകുന്നത് കുറച്ചുകൂടെ റിസ്ക്കാണ്, ഇൻ്റർനാഷണൽ അത്ര റിസ്ക് ഇല്ലെന്നുള്ളതാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് പറയണത്. ഇനി ഞാൻ പറയുന്നത് കേട്ട് എല്ലാവരും പ്ലെയിനിൽ കയറി ചാടി കയറി കൊറോണ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ പറയരുത്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് പറഞ്ഞത്. ഐ ഫെൽ ദ ജേർണി വാസ് സേഫ് എന്നുള്ളതാണ്. പിന്നെ എന്താണെന്ന് ഞാൻ പറയാൻ വിട്ടത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്തുവാന്ന് പറഞ്ഞാൽ, നമുക്ക് കൊറോണയുടെ ടെസ്റ്റ് എടുക്കണം, അത്രയേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യാനായിട്ട് എമർജൻസി ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വലിയ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യമാണെങ്കിൽ ട്രാവൽ ചെയ്ത് വരാവുന്നേ ഉള്ളൂ. എമർജൻസി ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ ഇവിടുന്ന് തന്നെ ചിലവരുടെ പാരൻസിന് അസുഖം വരുമൊക്കെ ചെയ്യുമ്പം അവരെടുത്ത് വിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മളിപ്പം അങ്ങ് ട്രാവൽ ചെയ്ത് പ്ലെയിനിൽ കയറിയ ഉടനെ കൊറോണ പിടിക്കുമെന്നൊന്നുമില്ല. എല്ലായിടത്തും ഇപ്പം നമ്മൾ വീട്ടിൽ ഇരുന്നാലും കൊറോണ പിടിക്കാം. ബിക്കോസ് നമ്മുടെ വീട്ടിലിപ്പോൾ ജോലി ചെയ്യുന്നവർ പുറത്തൊന്നും വരുന്നുമില്ലേ. അപ്പോൾ നമ്മൾ ബേസിക്കലി എവിടെ പോയാലും മാസ്ക് വെച്ച് സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ കൊറോണ എങ്ങനെയാണ് വരുന്നത് നമുക്കറിഞ്ഞുകൂടാ, എങ്ങനെ വേണേലും വരും. ഇതിനെ കാണാൻ പറ്റാത്തൊരു സാധനമാണല്ലോ. കള്ളനെ പോലെ ആണെങ്കിൽ കള്ളന്മാരെ കാണാമല്ലോ, ഇതിനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ബേസിക്കലി സ്റ്റേ സേഫ്. അപ്പം പറഞ്ഞ് ഞാൻ കിതച്ചായിട്ട്. അപ്പം ഞാനൊരു കുറച്ചൊരു ഇൻഫോ തന്നതാണ് കേട്ടോ, ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്.
പിന്നെ വേറെ ഇവിടെ ഇന്നൊന്നും കാണിക്കാനൊന്നുമില്ല. ബിക്കോസ് ഓൾറെഡി പുറത്ത് ഇരുട്ടി. ഇനിയിപ്പം ഞങ്ങൾ മനോജ് വരാൻ വെയിറ്റ് ചെയ്യാണ്. മനോജ് വന്നു കഴിഞ്ഞാൽ പുറത്ത് പോകും. ഇന്നിപ്പോൾ സൺഡേ ആണ് കേട്ടോ. ആക്ച്വലി ഇന്നലെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ മനോജ് താമസിച്ചാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്നലെ പുറത്ത് പോയില്ല. നമ്മൾ ഇന്നാണ് പുറത്ത് പോകുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. നമ്മൾ പുറത്ത് പോകാൻ നിൽക്കുവാണ്. ഓൾറെഡി മണി 2:30 മണിയായി കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇന്ന് വളരെ മോശമായിരുന്നു, ദയനീയമായിരുന്നു. ചപ്പാത്തിയും ഒരു എന്താണ് തക്കാളിക്കറിയായിരുന്നു. അത് വ്ളോഗ് ചെയ്യാൻ മാത്രമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ സിദ്ധുവിനെ ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് എവിടെ പോകുന്നതെന്ന് നോക്കാം. അത്ര വലിയ എക്സൈറ്റിങ് സ്ഥലങ്ങളൊന്നും അല്ല സിദ്ധു. എന്നാലും നമ്മൾ കറങ്ങാൻ പോവും. പുറത്ത് പോയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലുണ്ടെന്ന് പറഞ്ഞാലും എന്താണ് അതിൻ്റെ അർത്ഥം? തണുപ്പുണ്ട്. അപ്പോൾ വെയിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അത് എസ്പെഷ്യലി ഒരു 5-6 മണിയാകുമ്പോഴത്തേക്ക് നല്ല തണുപ്പുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് സിദ്ധുവിന് സ്വെറ്ററൊക്കെ ഇട്ടേ പറ്റത്തുള്ളൂ. അപ്പം നല്ല ഒരു വെയിലും തണുപ്പും ഉള്ള ദിവസമാണ്. നമുക്കിന്ന് പുറത്ത് പോകാം. അതിന് മുമ്പ് ഞാൻ ഇവിടേക്ക് ഒന്ന് അടുക്കി പറക്കട്ട്. ഇതെല്ലാ വ്ളോഗിലും ഞാൻ പറയുന്നത്. അതേ കിടക്കുന്ന കിടപ്പ് കണ്ട. ഡേയ് പെറുക്കി ഇതിനകത്തോട്ടിട്. പെറുക്കിയിട്. എന്തുവാ ചെയ്യുന്നത്? ഞാൻ പെറുക്കുക, അയാൾ കളിക്കും. ബാ സെൽഫി എടുക്കാം. തമ്മിലുണ്ടാക്കാം. തമ്മിൽ വെയിൽ കണ്ണാടി തപ്പി. അപ്പോൾ നമ്മൾ സൺഡേ ആസ് യൂഷ്വൽ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല വെയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ എങ്ങാണ്ടൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അപ്പം മനുവിന് 4 മണിക്ക് എങ്ങാണ്ട് പോകണം. അപ്പോൾ നമ്മൾ മാളിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ ഒരു ഫേമസ് മോളാണ്. വേറെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പുള്ള വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട്. മോളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ പിന്നെ ആ മോളിലാട്ടാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴി വല്ല കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ പോകണമെങ്കിൽ ഒരുപാട് ടൈം വേണം. അപ്പം നമ്മൾ രാവിലെയൊക്കെ ഇറങ്ങണം. അപ്പം സൂവിലൊക്കെ നമ്മൾ പോകും ഉടനെ തന്നെ. ഇങ്ങനൊരു വെയിലുള്ള ദിവസം ഇച്ചിരി സൂവിൽ പോകാൻ നല്ലതായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഓൾറെഡി ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇന്ന് മോളിൽ പോവാം. മോളിലോട്ട് പോകുന്ന വഴിയേ ഇവിടെ ഒരു കടയല്ല, ആക്ച്വലി പെറ്റ് സപ്ലൈ ഷോപ്പാണ്. പെറ്റ് സ്മാർട്ട് എന്നും പറഞ്ഞോണ്ട്. അപ്പം സിദ്ധുവിനെ അറിയാമല്ലോ, പട്ടി പൂച്ച പശുവിൻ്റെ കൂടെയൊക്കെ ഒരു കൊല്ലം നിന്നിട്ട് വന്ന ആളാണല്ലോ. അപ്പോൾ പുള്ളിക്ക് ആക്ച്വലി പട്ടിയെയും പൂച്ചയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പട്ടി പൂച്ചക്കുട്ടികളെയൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. പെറ്റ് സ്മാർട്ട് എന്ന് പറയും. അവരുടെ ഫുഡും കിട്ടും, അവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണിച്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ച്. ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ എന്താണ് സിദ്ധു ഒരു പൂച്ച മേടിക്കാത്തത് എന്നൊന്നും ചോദിക്കരുത്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ സ്ഥലം കുറവാണ്, അതുകൊണ്ടാണ്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കാം. അല്ല, ഈ കടയല്ല, നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോവുമല്ലോ. ഇതാണ് പെറ്റ് സ്മാർട്ട്. അപ്പം നമുക്ക് എന്നിട്ട് പട്ടി പൂച്ച എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. സിദ്ധുവിന് ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കും, അത്രേ ഉള്ളൂ. മേടിക്കണം എന്ന് പുള്ളി പക്ഷെ അറിയത്തില്ല, ഇത് മേടിക്കാൻ പറ്റിയിരിക്കുകയെന്ന് അറിയത്തില്ലല്ലോ. സിദ്ധു ഓർക്കും ഇതിനെയൊക്കെ അവിടെ കാണാൻ പിടിച്ചിരിക്കുക. വളരുന്നവരാണ്. മോനെ പപ്പിക്കുട്ടി
വെറ്റിനറി ഹോസ്പിറ്റലുണ്ട്. അവിടെ നോക്കി കാണാം. ചില പട്ടികൾ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലേ കാറിൽ നിന്ന് ഇറങ്ങത്തില്ല. പിള്ളേരെ പോലെ അവർക്കറിയാം ഇഞ്ചക്ഷൻ ചെയ്യാൻ കൊണ്ടുവരുന്നതായിരിക്കും. അതിന് വലിച്ചഴച്ചുണ്ടൊക്കെ പോണ കാണാം. ഇതേ മോനെ ഇതൊക്കെ ആരിത്? ഡോഗീസ്. സിദ്ധു ഭയങ്കര സന്തോഷിച്ചു വരുക. മീൻ നോക്കാം ആദ്യം. മീനുണ്ടോ? ഹായ്. സിദ്ധുവിൻ്റെ ആവേശം ഒന്ന് കാണണം. സിദ്ധു ആർക്കുന്ന മീനെല്ലാം മേടിക്കാൻ വന്നതായിരിക്കും. പാവം കൊച്ചി. ഹായ്. ഇത് മിമ്മി. ടോട്ടോയ്സ്. വേറെന്തുണ്ട്? ഫിഷി. ഇത് ഫിഷാണോ? ഇത് ഇല്ലേ? ടാറ്റാ. എന്ത്? ഇതേ മോനെ എവിടെ ഉണ്ട് ഇത്? ഫിഷി. പറഞ്ഞത് ഫിഷി. ഗുഡ് ജോബ്. ഇതോ ഫിഷി. ഇത് നെത്തോലി പോലെ ഇരിക്കുന്നില്ല. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അവനെ ഒന്ന് എടുത്ത് കാണിച്ചേ മനോജ്. മുകളിൽ ഇത് ഏഞ്ചൽ ഫിഷ്. ഇതിൻ്റെ റിയാക്ഷൻ ഇത് ഏഞ്ചൽ ഫിഷ്. ഹായ്. ഗ്രീൻ, റെഡ്. ഇത് ഗ്ലോ ഫിഷ്. ഇതിങ്ങനെ എനിക്ക് വന്ന് ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ എന്തോ ചെയ്തിട്ട് എന്തോ ഫുഡ് കൊടുത്തിട്ട്. അല്ലല്ല, എങ്ങനെ പറയുന്നത് കേൾക്കാം. എന്തോ ഫുഡ് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കുന്ന. ഇതേപോലെ ബ്ലാക്ക് ഫിഷ്. ഇതെന്തത്? പിന്നെ കരിമീൻ്റെ പോലെ. പക്ഷെ എൻ്റെ വാല് ഡിഫറെൻ്റാന്ന്. ഫിഷ് ഇത് പറയുന്ന ഫിഷ്. അതിന് വലിയ ആളുകൾ വല്ലതും ഉണ്ടാകും നോക്കാം. സാധാരണ കാണും, പക്ഷെ ചിലപ്പോൾ കാണണമെന്നില്ല അല്ലേ? ചിലപ്പോൾ ഒന്നും കാണത്തില്ല. കൂട് മാത്രം. ഇത് ഗിനിപ്പിക്കിൻ്റെ കൂടാണ്. ഇതൊക്കെ പൂച്ച ഇങ്ങനെ ചാടി പൂച്ചകൾക്ക് ഇരിക്കാനുള്ള. പൂച്ചയുടെ ടോയ്ലറ്റ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. വലിയ കടയാണ്. പെറ്റ് സപ്ലൈ, പെറ്റ്സിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അത് തന്നെ അതിൻ്റെ ഒരു. പക്ഷേ ഇത് ഒരുപാട് വിൽക്കാനൊക്കെ സാധാരണ വെച്ചേക്കും. പൂച്ചക്കുഞ്ഞുങ്ങളുടെ കോളറ്. ഇതിനകത്തൊന്നും ഇല്ലേ മോനെ? ഇത് എലിയാ. ഏതാണ്ട് എൻ്റെ കൂടാണ്. അതുങ്ങൾക്ക് ഇങ്ങനെ ഓടാൻ. എലിയുടെയാണ്. ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്ത് ഒന്ന് എടുത്ത് കാണിച്ച മാസത്തോന്. ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഒരു വീട് പോലെയാണ്. ക്രിസ്മസിൻ്റെ ഫിഷ് ടാങ്കാണ്. ലൈക്ക് ക്രിസ്മസ് ട്രീ എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫിഷ് കൂടി കിടപ്പുണ്ട്.
ഇത് ക്രിസ്മസ് ട്രീ സാറ്റായും പിന്നെ ഫിഷ് പുള്ളിക്കാരിയുടെ അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഫിഷ് ടാങ്ക്. ഇതൊക്കെ സീസണലാണ്. സീസണൽ ഡെക്കറേഷൻ നോർത്ത് പോളിൻ്റെ സൈൻ. ഇതാ ഇത് ഇങ്ങനെ തത്തയുടെ കൂടാ. സത്യമൊന്നുമില്ല, ഒന്നുമില്ല. കിളിയൊക്കെ വിറ്റ് പോയായിരിക്കും. ഒറ്റക്കിളി പോലും ഇല്ല. വല്ല പൂച്ച വല്ലതും ഉണ്ടാകും. സിദ്ധു സാനിറ്റൈസ് ചെയ്യും. സിദ്ധു സാനിറ്റൈസ് ചെയ്യും. ഗുഡ് ജോബ്. വാ വാ വാ. പിറ്റ്ബുൾ പട്ടിക്കുട്ടി. ദേ മോനെ പൂച്ച. വാ 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 വാ. പൂച്ചക്കുട്ടി കിട്ടി. എനിക്ക് ഒരു പൂച്ചക്കുട്ടി കാണിക്കട്ടെ. ദേ മോനെ പൂച്ച. ഒന്ന് എടുത്ത് കാണിക്ക്. കാണിക്ക് കാണിക്ക് കാണിക്ക്. അച്ഛ എടുക്കും. പിടി പിടി. ഹായ് മ്യാവ് കാറ്റ്. ഇത് ഒരെണ്ണേ ഉള്ളൂ. കാറ്റ്. അത് ചിലപ്പോൾ വല്ല പേടിച്ച് വല്ല ഇരിക്കുന്ന പൂച്ചയായിരിക്കും. വേറൊരു പൂച്ച ഇവിടെ ഉണ്ട്. ഇത് ഉറങ്ങുവാ. ഹായ്. ഇവിടെയാണ് ഇവരെല്ലാം വളരുന്നത്. എന്താ ഇതിന്റെ പേര്? ബേബി ഗേൾ. പേര് ബേബി ഗേൾ. ബേബി ഗേളാണ്. ആണോ? നല്ല പൂച്ച. എന്ത് IPS ഓഫീസറാന്ന് തോന്നുന്നു. ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. അപ്പുറത്ത് വലിയ നിന്ന് ഉറങ്ങുമായിരിക്കും ചിലപ്പോൾ. നീ വേറെ പട്ടിയൊന്നുമില്ലേ അപ്പുറത്ത്? ഇനിയുണ്ടോ? ഇതിനകത്തൊന്നും മോനെ അവിടെ നോക്കാം. അങ്ങനെ രണ്ട് ഗ്രൂമിങ്ങും ഉണ്ടല്ലോ ഇവിടെ. ഡോഗ് ബിസ്ക്കറ്റ്, പീനട്ട് ബട്ടർ ബിസ്ക്കറ്റ്. ഇത് ക്യാൻ ഫുഡാണ്. ചിക്കൻ എല്ലാം പട്ടിയുടെ. ഇത് പട്ടീനെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ അവർ ട്രെയിൻ ചെയ്യിപ്പിക്കും ഇതിനകത്ത്. സ്മാർട്ട് ട്രെയിനിങ്. ആദ്യമേ ഇവിടെ ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ട്രെയിൻ ചെയ്ത് അവർ ഇതേ സർട്ടിഫിക്കറ്റൊക്കെ തന്ന് ഈ തൊപ്പിയൊക്കെ തരും. ഒരു വലിയ പട്ടിക്ക് കടിച്ചോണ്ടിരിക്കുകയാണ്. ഇതേ മോനെ പട്ടിക്കുട്ടി. നമ്മൾ നേരത്തെ പുറത്ത് കണ്ടതാണ്. വേറെ രണ്ട് ട്വിൻസാന്ന് തോന്നുന്നു കേട്ടോ. ഹായ് promise you, they just like to. He won't jump it on you at all. This is his mama. Oh, come on. Hi. Hi.
ഇത് എടുക്കുമ്പോൾ അവൻ കാണാൻ ഇഷ്ടം. This one's really തൊട്ട് മോനെ, തൊട്ട് നോക്ക്. അമ്മച്ചി തൊട്ട്. Oreo. She's sweet, but her breath is stinky. Y'all have a good day. താങ്ക് യു. പെറ്റ് ഗ്രൂമിങ് സ്ഥലവും ഉണ്ട്. കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ തരും. പട്ടീനെ അവിടെ അവർ കുളിപ്പിച്ച് റെഡിയാക്കും. കാണാൻ പറ്റും. അയക്കോലെന്ന് പറയുക. മോനെ എടുത്ത് കാണില്ല. പട്ടണം മുടിയൊക്കെ വെട്ടിയിട്ടേക്കുന്നൊക്കെ ഇവിടെ താഴെ. ഇതിങ്ങനെ ഇത് വെച്ചിരിക്കുന്നതുകൊണ്ട് ക്ലിയറായിട്ട് കാണാൻ വയ്യ. ഇതുകൊണ്ട് അവിടെ കുളിപ്പിച്ചതിന് ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. വാ വാ വാ. ഇപ്പോൾ പാർക്കിൽ കൈവിടാതെ